ഒരു ചെറിയ പുറകെ വർത്താനാണ് കേൾക്കണേ. മുഹമ്മദ് റിയാസിന്റെ രാഷ്ട്രീയ പ്രവേശവും പിണറായി വിജയന്റെ കുടുംബത്തിലേക്കുള്ള പ്രവേശവും വലിയ തോതിൽ മുസ്ലിം കമ്മ്യൂണിറ്റി പിണറായി വിജയൻ അനുകൂലമായിട്ടുള്ള ഒരു അൾട്ടിമേറ്റ്ലി അങ്ങനെ ഒരു തോന്നൽ ഉണ്ടാക്കാൻ അത് സഹായിച്ചിട്ടുണ്ട്. ലീഗ് മത്സരിക്കാത്ത പല സ്ഥലങ്ങളും നിങ്ങൾ നോക്കണം. പച്ചയ്ക്ക് വർഗീയത ഇത് പറയുന്നത് നമ്മുടെ കേരളത്തിൽ ഉത്തരവാദിത്തപ്പെട്ട എന്നുള്ള വാക്കൊക്കെ ഈ സുരേന്ദ്രൻ എന്ന് പറയുന്ന BJP-കാരനൊപ്പൊക്കെ വെക്കാൻ കഴിയുമെന്ന് വലിയ സംശയമുണ്ട്. എങ്കിലും ഉത്തരവാദിത്തപ്പെട്ട ഒരു രാഷ്ട്രീയ നേതാവാണ് ഇരുന്ന് പറയുന്നത്. മുഹമ്മദ് റിയാസ്, ഞാൻ ഒന്നുകൂടി പറയുന്നു, മുഹമ്മദ് റിയാസ് എന്ന് പറയുന്ന മുസ്ലിം ആയിട്ടുള്ള ഒരു മനുഷ്യൻ പിണറായി വിജയന്റെ ഫാമിലിയിലേക്ക് എത്തിയപ്പോൾ പിണറായി വിജയന്റെ മകളെ കല്യാണം കഴിച്ചത് മുഹമ്മദ് റിയാസ് ആണ്. മുഹമ്മദ് റിയാസ് ഹിന്ദു മതത്തിലേക്കോ പിണറായി വിജയൻ ജനിച്ച ആ ഒരു ഹിന്ദു മതത്തിൽ നിന്ന് പിണറായി വിജയന്റെ മകൾ ഇസ്ലാം മതത്തിലേക്കോ മതം മാറിയിട്ടില്ല എന്ന് കൃത്യമായിട്ട് നിങ്ങൾ ആലോചിക്കണം. അപ്പോൾ പിണറായി വിജയൻ എന്ന് പറയുന്ന ഈ ഒരു മനുഷ്യന്റെ ഹിന്ദുവായിട്ട് ജനിച്ച കമ്മ്യൂണിസ്റ്റുകാരനായിട്ടുള്ള ഇദ്ദേഹത്തിന്റെ ലൈഫിലേക്ക് മുഹമ്മദ് റിയാസ് എന്ന് പറയുന്ന മുസ്ലിം ഐഡന്റിറ്റി ഉള്ള ഒരു ചങ്ങാതി വന്ന് കയറിയപ്പോൾ അത് മുഹമ്മദ് റിയാസിന്റെ ഒരു എൻട്രി പിണറായി വിജയന് ഒരു വല്ലാത്ത ഒരു ഇഫക്റ്റ്, അല്ലെങ്കിൽ പിണറായി വിജയനോടുള്ള വല്ലാത്തൊരു സ്നേഹം മുസ്ലിങ്ങൾക്കിടയിൽ ഉണ്ടാക്കിയിട്ടുണ്ടെന്ന് പറയുന്നത്. എന്തൊരു വൃത്തികെട്ട വർത്തമാനം ആലോചിക്കുക. ഇതിനെ വൃത്തികെട്ട എന്ന് മാത്രം പറയാൻ സാധിക്കുള്ളൂ. അല്ലാതെ എത്രയോ കാലമായിട്ട് നമ്മുടെ രാഷ്ട്രീയ അന്തരീക്ഷത്തിൽ പിണറായി വിജയൻ ഉണ്ട്. അദ്ദേഹം എന്തൊക്കെയാണ് നമ്മുടെ നാടിന് വേണ്ടി ചെയ്തതെന്ന് കൃത്യമായിട്ട് നമുക്കറിയാം. അദ്ദേഹം എങ്ങനെയാണ് ഈ നാട്ടുകാരുമായിട്ട് ഇടപഴകി ജീവിക്കാൻ തുടങ്ങിയിട്ടുള്ള രീതികളൊക്കെ നമുക്കറിയാം. ഒരു പള്ളിക്ക് കാവുന്നതിന്റെ ഭാഗമായിട്ട് വെട്ടേറ്റ് ജീവക്ഷമമായി പോയി പിന്നെ അവിടുന്ന് ഉയർന്നു വന്നൊരു മനുഷ്യനാണ് പിണറായി വിജയൻ, നമുക്കറിയാം. ഇതൊന്നും അറിയാത്ത ഒരാളല്ല ഈ കെ സുരേന്ദ്രൻ എന്ന് പറയുന്ന ഈ ഒരു BJP-കാരൻ. പക്ഷേ പിണറായി വിജയൻ ഇത്ര കാലം ചെയ്തു വെച്ച എല്ലാ നന്മകളെയും എല്ലാ രാഷ്ട്രീയ പ്രവർത്തനങ്ങളെയും ഒരൊറ്റ സംഗതി കൊണ്ട് റദ്ദ് ചെയ്യപ്പെടണമെന്ന് ആഗ്രഹിക്കുകയാണ് ഇവിടെ കെ സുരേന്ദ്രൻ. അതെന്താണ്? ഇയാളെ മകളെ കല്യാണം കഴിച്ചത്, പിണറായി വിജയൻ എന്ന് പറയുന്ന ആ ഒരു മനുഷ്യന്റെ മകളെ കല്യാണം കഴിച്ചത് ഒരു മുസ്ലിമാണ്. അതുകൊണ്ട് മാത്രമാണ് മുസ്ലിങ്ങൾക്ക് ആരോട് സ്നേഹം? പിണറായി വിജയനോട് സ്നേഹം. തെറ്റിപ്പോയി എൻ്റെ പ്രിയപ്പെട്ട കെ സുരേന്ദ്രൻ ചേട്ടാ, താങ്കൾക്ക് തെറ്റിപ്പോയി എന്ന് പറയാൻ കാരണം ഇവിടെ മുസ്ലിങ്ങളെ പ്രത്യേക സ്നേഹം ഉണ്ടാക്കാൻ വേണ്ടി പിണറായി വിജയൻ ഒന്നും ചെയ്തിട്ടൊന്നുമില്ല. നാട്ടുകാർക്ക് വേണ്ടി എന്നതാണ്. ഈ നാട്ടുകാർ എന്ന് പറയുന്നത് മുസ്ലിം ഉണ്ടായിരിക്കാം, ഹിന്ദു ഉണ്ടായിരിക്കാം, ക്രിസ്ത്യൻ ഉണ്ടായിരിക്കാം. പ്രിയ സുഹൃത്തുക്കൾ, ഒന്നുകൂടി പറയട്ടെ, കൃത്യമായിട്ടും മുണ്ടക്കൈ ചൂരൽമല ദുരന്തം ഉണ്ടായി കഴിഞ്ഞ് ഒരു വർഷത്തിന് ശേഷം അവിടെ വീട് നിർമ്മിച്ചു കൊടുത്തപ്പോൾ ലോട്ടിട്ടപ്പോൾ മുസ്ലിങ്ങൾ മാത്രമാണ് അതിൽപ്പെട്ടത്? ഹിന്ദുക്കൾ മാത്രമാണ് അതിൽപ്പെട്ടത്? ക്രിസ്ത്യാനികൾ മാത്രമാണ് അതിൽപ്പെട്ടത്? അല്ലല്ലോ. ഏതെങ്കിലും ഒരു ജാതി മത വിഭാഗങ്ങൾക്ക് വേണ്ടി മാത്രമാണോ ആ വീടുകൾ നിർമ്മിക്കപ്പെട്ടത്? അല്ല എന്ന് നമുക്കറിയാം. പക്ഷെ എന്നാലും ഈ പിണറായി വിജയനെ ഏതെങ്കിലും ഒരു മതത്തിന്റെ നെഞ്ചത്ത് കൊണ്ട് കെട്ടുക എന്നുള്ളത് ഇവരുടെ ഒരു ലക്ഷ്യമാണ്. ആ ഒരു നാറിയ വർത്തമാനം ഇനിയുണ്ട്, കേൾക്കുക. ഇതുവരെ കിട്ടാത്ത വിധത്തിലുള്ള മുസ്ലിം വോട്ട് LDF-ന് കിട്ടിയിട്ടുണ്ട്. ഇയാൾ പറയുന്നത് ഇതുവരെ കിട്ടാത്തൊരു മുസ്ലിം വോട്ട് LDF-ന് കിട്ടിയിട്ടുണ്ട്. എന്തുകൊണ്ട്? കൃത്യമായിട്ട് പറയാം, കോൺഗ്രസ് എന്ത് ചെയ്യുന്നില്ല എന്നത് തന്നെയാണ് എന്തുകൊണ്ട് LDF-ന് വോട്ട് കിട്ടുന്നു എന്നതിന്റെ ഉത്തരം. ഈ കോൺഗ്രസ് നമ്മുടെ ഇന്ത്യ മഹാരാജ്യത്ത് ഈ നാട്ടിലുള്ള മുസ്ലിം ജനവിഭാഗങ്ങൾക്കെതിരെയുള്ള ഓരോരോ നിയമങ്ങളും മറ്റും പാസ്സാക്കപ്പെടുമ്പോൾ, അല്ലെങ്കിൽ മുസ്ലിം ജനവിഭാഗങ്ങൾക്കെതിരെയുള്ള ഭക്ഷണത്തിന്റെ പേരിൽ, അവരുടെ വസ്ത്രത്തിന്റെ പേരിൽ, അവരുടെ ആരാധന രീതികളുടെ പേരിൽ നമ്മുടെ നാട്ടിൽ ആക്രമണങ്ങൾ അഴിച്ചുവിടപ്പെടുമ്പോൾ ഇതിനെതിരെ കമാ എന്നൊരു അക്ഷരം മിണ്ടാതെ അവിടെ കോൺഗ്രസ് നിൽക്കുമ്പോൾ ഇവിടെ BJP-ക്കെതിരെ ശക്തമായ ഭാഷയിൽ സംസാരിക്കുന്നത് പിണറായി വിജയൻ അടക്കമുള്ള LDF നേതാക്കളാണ്. സ്വാഭാവികമായിട്ടും ഇവിടുത്തെ മുസ്ലിം ജനതയ്ക്ക് ആരോട് സ്നേഹം തോന്നും? LDF-നോട് സ്നേഹം തോന്നും. അതുമാത്രമല്ല, ഇവിടെ ഡീപ്പ് റൂട്ടായി ആക്കപ്പെട്ടിട്ടുണ്ട് ഇവിടെ കമ്മ്യൂണിസം എന്ന് പറയുന്നത്. ആളുകളുടെ ഹൃദയത്തിലേക്ക് അങ്ങോട്ട് ഇറങ്ങിപ്പോയ ഒന്നാണ്. അതുകൊണ്ട് ജനങ്ങൾക്ക് വളരെ വ്യക്തമായിട്ട് അറിയാം എന്താണ് കമ്മ്യൂണിസം, എന്താണ് ഇത്ര കാലമായിട്ട് കമ്മ്യൂണിസ്റ്റുകാർ നമുക്ക് വേണ്ടി ചെയ്തു തന്നിട്ടുള്ളതെന്ന് കൃത്യമായിട്ട് അറിയാം. പക്ഷേ ഇതൊന്നുമല്ല പിണറായി വിജയനോടുള്ള സ്നേഹത്തിന്റെ കാരണം മുഹമ്മദ് റിയാസ് മരുമോനായി വന്നതുകൊണ്ട് മാത്രമാണ് എന്നാണ് BJP-കാര് ഇവിടെ ഉണ്ടാക്കാൻ ശ്രമിക്കുന്ന ഒരു ചിത്രം. എന്തൊരു വൃത്തികേടാന്ന് ആലോചിച്ച് നോക്കി. ഇതൊക്കെ മതിയല്ലോ, അതാണ് സംഭവിച്ചത്. അത്
സ്ഥായിയായി നിലനിൽക്കുന്ന ഒരു കാര്യമേ അല്ല. അത് അന്നുണ്ടായ പല സാഹചര്യങ്ങളെയും അടിസ്ഥാനത്തിലാണ്. ലോക്സഭയുടെ പാറ്റേൺ ഇതൊന്നും ആയിരിക്കില്ല. ഓരോ തെരഞ്ഞെടുപ്പിനും ഓരോ പാറ്റേൺ ഉണ്ട്. ലോക്സഭയുടെ പാറ്റേണിൽ ഒരു അപ്പർ ഹാൻഡ് മോദിക്കുണ്ട്. സ്റ്റിൽ കേരളത്തിൽ കൊച്ചിയിലടക്കം ഒരു സർവേ ഈ അടുത്ത കാലം നടന്ന 30% മേലെ യുവാക്കള് പ്രോ മോദിയാണ്. അടിപൊളി. കൊച്ചിയിലെ പ്രോ മോദിക്കാരാണെന്ന് പറയുന്നത്. പക്ഷേ ആ ഒരു നിമിഷത്തിലും നിങ്ങളൊക്കെ മനസ്സിലാക്കേണ്ടത് എന്താണ് BJP നേതാക്കളുടെ മനസ്സിലുള്ള ചില വർഗീയ ചിന്തകൾ എന്നുള്ളതാണ്. പിണറായി വിജയനെ ഒരുപക്ഷെ ഇദ്ദേഹത്തോട് എത്രയോ പ്രായമുള്ള പിണറായി വിജയൻ LDF അല്ലെങ്കിൽ CPM എന്ന് പറയുന്ന ആ ഒരു പാർട്ടിയോടൊപ്പം നിന്ന് ആ പാർട്ടിക്ക് വേണ്ടിയിട്ടും നമ്മുടെ ജനങ്ങൾക്ക് വേണ്ടിയിട്ടും എന്തൊക്കെ ചെയ്തു എന്നതെല്ലാം മറക്കുകയും അല്ലെങ്കിൽ മറക്കാൻ വേണ്ടി ശ്രമിപ്പിക്കുകയും അതിന്റെ ഭാഗമായിട്ട് ഒരു മുസ്ലിം മരുമോൻ വന്നതുകൊണ്ട് മാത്രമാണ് പിണറായി വിജയനോട് മുസ്ലിങ്ങൾക്ക് സ്നേഹം വന്നു തുടങ്ങിയത് എന്ന് പറയുന്ന ഒരു ചിത്രം ഉണ്ടാക്കിയെടുക്കാൻ ശ്രമിക്കുകയാണ്. ഇതിനെയാണ് എൻ്റെ പെണ്ണു സുഹൃത്തുക്കളെ നാറുത്തരം എന്നൊക്കെ പറയേണ്ടത്. ഇത് എനിക്ക് തോന്നുന്നത് ഇത് രാഷ്ട്രീയക്കാരന് പറ്റിയ ഒരു വർത്തമാന രീതിയല്ല. ഇത് പറയുന്നത് വർഗീയ വർത്തമാനമാണ്. ഉദാഹരണത്തിന് എൻ്റെ അടുത്തൊക്കെ ഒരുപാട് മുസ്ലിങ്ങളുണ്ട്. എൻ്റെ അയൽവാസികൾ 3 സ്ഥലത്ത് 3 മൂലയ്ക്കുള്ളത് മുസ്ലിങ്ങളാണ്. ഒരു മൂലയ്ക്ക് മാത്രമാണ് വേണമെങ്കിൽ ഹിന്ദു എന്ന് പറയുന്ന ഒരാളുള്ളതെന്ന് പറയാം. ആ 3 മൂലയ്ക്കിലും എൻ്റെ മുസ്ലിം സുഹൃത്തുക്കളാണ്, എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളാണ്. അവരെൻ്റെ സുഹൃത്തായിട്ട് മാറുന്നത് എന്തുകൊണ്ടാണ്? ഞാൻ അവരെ ഫാമിലിയിലുള്ള ആരെങ്കിലും വിവാഹം കഴിച്ചതിൻ്റെ ഭാഗമായിട്ടാണോ? എൻ്റെ നാട്ടിലെ ഒട്ടുമിക്ക മുസ്ലിങ്ങൾക്കും എന്നോട് ഇഷ്ടമാണ്. വളരെ സ്നേഹത്തോടു കൂടിയിട്ട് നമ്മൾ കൈകൾ പിടിച്ച് സംസാരിക്കുന്ന ഒരുപാട് പഴയകാല സുഹൃത്തുക്കളൊക്കെ ഉണ്ട്, ഉമ്മച്ചിമാരൊക്കെ ഉണ്ട്. അവർക്ക് എന്തുകൊണ്ടാണ് എന്നോട് സ്നേഹം തോന്നുന്നത്? ഞാൻ അവരുടെ ബന്ധുക്കൾ ആരെങ്കിലും വിവാഹം കഴിച്ചതിൻ്റെ ഭാഗമായിട്ടാണ്? അല്ല. അതിവിടെ സ്ഥായിയായിട്ടുള്ള എത്ര കാലമായിട്ട് കേരളത്തിൽ ജീവിക്കുന്ന ആളുകൾ പരസ്പര സ്നേഹത്തിന്റെ ഭാഗമായിട്ട് മാനുഷിക മൂല്യങ്ങൾ കൈകോർത്ത് പിടിച്ച് നമ്മൾ ഒരുമിച്ച് പോകുന്നതിന്റെ ഭാഗമായിട്ട് നമുക്ക് കിട്ടുന്ന സ്നേഹമാണ്. അതിനെ BJPക്കാർ അളക്കുന്നത് നമ്മൾ അവരെ ഫാമിലിയിൽ നിന്ന് ഭക്ഷണം കഴിച്ചതിന്റെ ഭാഗമായിട്ടാണ് നമ്മൾ സ്നേഹം ഉണ്ടായത്. നമ്മൾ അവരെ ഫാമിലിയിൽ നിന്ന് ഒരാളെ വിവാഹം കഴിച്ചു, അതിന്റെ ഭാഗമായിട്ടാണ് നമ്മൾ സ്നേഹം ഉണ്ടായത് എന്നീ പറയുന്ന ഒരു തരം ഏറ്റവും ലോ ക്ലാസ് സംസാരങ്ങളാണ്. ഇത്തരത്തിലൊക്കെയാണ് BJPക്കാർ സംസാരിക്കുക എന്ന് മനസ്സിലാക്കുക. ഇത്രയേ ഉള്ളൂ ഇവരുടെ രാഷ്ട്രീയ ബോധ്യം എന്ന് മനസ്സിലാക്കുക. ആ രാഷ്ട്രീയ ബോധ്യങ്ങൾ ഒരു കാരണവശാലും നമ്മുടെ കേരളത്തിൽ പൂവിടാതിരിക്കാൻ നിങ്ങൾ ഓരോരുത്തരും ശ്രമിക്കണം എന്നുകൂടി പറഞ്ഞുകൊണ്ട് നിർത്തട്ടെ. ബൈ.